ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിനെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ നിങ്ങളുടെ അമ്മ വീട്ടുകാരുടെ പിടിവാശിയുടെ മുൻപിൽ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ഇറങ്ങി തിരിച്ചില്ല. അവിടെ നിങ്ങളുടെ അമ്മയെ കെട്ടിച്ചു വിടാനുള്ള ഒരു പ്രാരാബ്ധമായിട്ട് അവരുടെ മാതാപിതാക്കൾ കണ്ടില്ല. അവിടെ അരുതെന്ന് പറഞ്ഞ വിലക്കുകളും വിലങ്ങുതടിയായി നിന്ന സമൂഹവും അവരെ ക്രൂശിച്ചില്ല. അവിടെ അവര് നിങ്ങളുടെ അമ്മയല്ല, മറിച്ച് തൻ്റെ യൗവനകാലം ഏതൊരു മനുഷ്യനെയും പോലെ ആസ്വദിക്കാൻ കഴിഞ്ഞ, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായി വിയർപ്പൊഴുക്കാൻ കഴിഞ്ഞ, അതിൽ പരാജയപ്പെട്ടപ്പോൾ വിധിക്കപ്പെടാതിരുന്ന, യാത്രകളെ സ്നേഹിച്ച, പ്രണയിക്കാനും സ്വന്തം ഇഷ്ടങ്ങളെ മുൻപിൽ നിർത്തി ജീവിക്കാനും കഴിഞ്ഞ ഒരു സ്ത്രീ. അതായിരുന്നു അവര്. 4 ചുവരിൽ തൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ശരികളുമൊക്കെ മറ്റൊരു പുരുഷന് മുൻപിൽ അടിയറവ് പറഞ്ഞ, മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് ഒരു ജീവിതം തന്നെ മാറ്റിവെച്ച എൻ്റെയും നിങ്ങളുടെയും അമ്മമാര് അർഹിച്ചിരുന്നു ആൻ ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ്. ഇന്ന് ഇതേ സ്വപ്നങ്ങൾ കാണുന്ന, 4 ചുവരിൽ ജീവിച്ചെരിഞ്ഞുടങ്ങരുത് എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ചുറ്റിലുമുള്ള പെൺകുട്ടികൾ ഇതൊക്കെ തന്നെ കൊതിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ചോദ്യം ചെയ്യാനും പുച്ഛിക്കാനുമൊക്കെ ഒരാണെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളിൽ പലർക്കും കഴിയുന്നു? നമ്മൾ കൊടുത്തിട്ട് വേണോ സ്വാതന്ത്ര്യം എന്താണെന്ന് അവരറിയാൻ? നമ്മൾ വെച്ച് നീട്ടിയിട്ട് വേണോ സന്തോഷവും സുരക്ഷയുമൊക്കെ അവരെന്താണെന്ന് തിരിച്ചറിയാൻ? ഇഷ്ടമുള്ളത് ധരിക്കാനും ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാനും ഒരു പെണ്ണിനും ഒരാണിൻ്റെയും അനുവാദമോ ഒത്താശയോ ആവശ്യമില്ല. പെണ്ണെന്ന് പറയുമ്പോൾ പുച്ഛിക്കുന്ന അവളുടെ അവകാശങ്ങളെന്ന് കേൾക്കുമ്പോൾ ഭൂമിയോളം പഴകിയ വ്രണം പിടിച്ച തത്വങ്ങളുമായി ഉപദേശിക്കാനും വിധിക്കാനും വരുന്നവരെ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും ഒരാണെന്ന നിലയിൽ നമുക്ക് കഴിയുന്ന ദിനമായിരിക്കും നമ്മുടെ അമ്മമാര് അഭിമാനത്തോടെ നമ്മൾ നോക്കുക. ചിതലരിച്ച തൻ്റെ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും മനം നൊന്താലും അതിനൊക്കെ വഴിവെച്ച ഒരു തലമുറയിലെ ആൺജന്മങ്ങൾ അഭിമാനത്തോടെ കൊണ്ടു നടന്ന വ്രണം പിടിച്ച ചിന്താഗതികൾക്ക് തൻ്റെ മകൻ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നുള്ള അഭിമാനത്തിൽ അവർ സന്തോഷിക്കും. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഒരു പെണ്ണിന് മുൻപിലും ഒരു ഘടികാരവും പിടിച്ച് ഒരു കാലനെ പോലെ വഴിമുടക്കാൻ തുനിയാതിരിക്കാം. തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുതെന്ന് വിശ്വസിച്ച് സ്വന്തം മെയിലീഗോയെ സംതൃപ്തിപ്പെടുത്താനായി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന, സിഗ്മാമയിൽ കളിക്കുന്ന ഇൻസെക്യൂർഡായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തിരിച്ചറിയാനും അവരെ ഒഴിവാക്കാനും നമുക്ക് കഴിയണം. നമുക്ക് വേണ്ട എന്ന് തോന്നുന്നവരോടും നോ പറയാനും, എങ്ങനെ ജീവിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നുമുള്ള പൂർണ്ണ അധികാരവും അവകാശവും എനിക്കും നിങ്ങൾക്കുമുള്ളതുപോലെ തന്നെ ഓരോ സ്ത്രീക്കും അവളുടേതായ അവകാശങ്ങളുമുണ്ടെന്ന് തിരിച്ചറിയുക. ഒരാണെന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും കൊള്ളരുതായ്മയുടെ പുറത്ത് ഭയന്നും നിയമങ്ങൾ പാലിച്ചും ചെങ്ങലയിൽ അകപ്പെട്ട് ജീവിക്കേണ്ടത് പെണ്ണല്ല. മാറേണ്ടത് ഞാനാണ്, നിങ്ങളാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. So be the change, be a real man.